ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ മനോഹരമായ ഒരു നല്ല അവസരം കൂടി ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയാണ്. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ട് തെറ്റിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു വളരെ ഗൗരവമായൊരു കാര്യം തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് പറയുകയാണ്. യഹൂദ ജനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനമാണ്. അബ്രാഹാമിൽ നിന്നും തുടങ്ങിയതാണ്. തനിക്ക് സ്വന്തമായിട്ടൊരു ജനം വേണം, തനിക്ക് അവരുടെ നടുവിൽ ഇറങ്ങി വരണം, അവരെനിക്ക് മക്കളും ഞാൻ അവർക്ക് പിതാവുമായിട്ടിരിക്കും. അങ്ങനെ ലോകത്തിൽ വെച്ചിട്ട് സ്വന്തമായൊരു ജനം ദൈവത്തിനെ അനുഗ്രഹിക്കാനും ദൈവത്തിന് അവരുടെ കൂടെ വസിപ്പാനും അവരെ ശുദ്ധീകരിച്ച് അതേ തേജസ്സിലേക്ക് കൊണ്ടുപോകാനുമായിട്ട് ദൈവം കണ്ടൊരു ജനമാണ് യഹൂദജനം. എന്നാൽ യഹൂദജനത്തിലെ കാണാതെ പോയ ആടുകളെ തേടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തത്. തൻ്റെ പ്രിയപ്പെട്ട ജനമാണെങ്കിലും അവർക്ക് കൽപ്പനകൾ മോശയിൽ കൂടെ പ്രമാണങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരത് ആചരിക്കുന്നുണ്ടെങ്കിലും അവർ വചനത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ദൈവം കണ്ടു. അവർ രക്ഷയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളൊരു കാര്യം ദൈവത്തിന് മനസ്സിലായി. എല്ലാം ആചരിക്കുന്നുണ്ട്, പുറമേ നോക്കിയാൽ എല്ലാം ഭക്തിയുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ദേവാലയമുണ്ട്, യാഗങ്ങളുണ്ട്, ന്യായപ്രമാണങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് അവർ ഇറങ്ങുന്നില്ല. അവർക്ക് അതിൻ്റെ അന്തസത്ത മനസ്സിലാകുന്നില്ല, അവർക്കതിൻ്റെ പ്രയോജനം കിട്ടുന്നില്ല. ദൈവം എന്തുദ്ദേശിച്ച് അവർക്ക് വചനം കൊടുത്തുവോ ആ വചനം ആക്ഷരികമായി പ്രമാണിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിലേക്ക് അത് കടന്നു ചെല്ലുന്നില്ല, ഹൃദയത്തിൽ മാറ്റം വരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട ആ യഹൂദ ജനത്തെ കണ്ടിട്ട് കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇവർ സർപ്പസന്തതികളാണെന്ന് പറഞ്ഞു, വെള്ള തേച്ച ശവക്കല്ലറുകളാണെന്ന് പറഞ്ഞു. കർത്താവ് സങ്കടത്തോടാണ് പറയുന്നത്. കാരണം അവർ അങ്ങ് തഴമ്പിച്ചു പോയി. വചനം കേട്ടും ആചാരാനുഷ്ഠാനങ്ങളിൽ നടന്നും അവരങ്ങ് തഴമ്പിച്ചു പോയതുകൊണ്ട് അവർക്ക് ശരിയായ ആ ആത്മീയമായ അർത്ഥം ഗ്രഹിക്കുവാനോ ആത്മീയമായി അവർക്ക് മുന്നോട്ട് വരാനോ കഴിയുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ലോകമനുഷ്യരെക്കാൾ വ്യത്യസ്തരാണ്. പ്രകടമായി നോക്കിയാൽ അവർക്ക് വലിയ പാപങ്ങളൊന്നും തന്നെ ഇല്ല, അതിൽ അവർക്കൊരു അഭിമാനമുണ്ട്. എന്നാൽ ദൈവം എന്താണ് ഉദ്ദേശിച്ചവർക്ക് വചനം കൊടുത്തത്, ആ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയത്തിൻ്റെ രൂപാന്തരം എന്നൊരു പറയുന്ന കാര്യം അവർക്ക് പിടികിട്ടിയില്ല. ഇന്നും ക്രിസ്തീയ സമൂഹത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം അവിടെയാണ്. ക്രിസ്ത്യാനികൾ എന്തോരം പേരുണ്ട് ലോകത്തിൽ. പ്രിയപ്പെട്ടവരെ, നാമധേയ ക്രിസ്ത്യാനികളെന്നൊക്കെ പറയും. അവർക്ക് ആചാരാനുഷ്ഠാനങ്ങളുണ്ട്, ദേവാലയങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, നമസ്കാരമുണ്ട്, നൊയമ്പുണ്ട്, എല്ലാം ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്നാൽ രൂപാന്തരപ്പെട്ടവർ എത്ര പേരുണ്ട്? ക്രിസ്തുവിൻ്റെ വചനം മാറ്റമില്ലാത്ത വചനമാണ്. ആ വചനപ്രകാരം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. അവിടെ ചെല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ട് യാതൊരു പ്രയോജനവുമില്ലല്ലോ. ആ വാസ്തവമായ ആ വചനത്തിൽ ഉൾക്കൊള്ളുന്ന ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാലുള്ള മാറ്റമാണ് യഥാർത്ഥ മാറ്റം, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ജനത്തിന്, അന്നത്തെ കാലത്തെ ജനത്തിന് അത് മനസ്സിലായില്ല. നിങ്ങൾ തെറ്റിപ്പോകുന്നു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? അവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായക കൊണ്ട് തെറ്റിപ്പോകുന്നു. തിരുവെഴുത്തുകൾ അറിയുന്നില്ല. തിരുവെഴുത്ത് എന്തിനാണ്? അത് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനുള്ളതാണ്, മനുഷ്യൻ്റെ ബലഹീനത മാറ്റാനുള്ളതാണ്. ആ മനുഷ്യൻ്റെ ബലഹീനതയിൽ കൂടെ അവനിൽ കടന്നു വരുന്നത് പിശാചാണെന്നുള്ള വലിയ സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ദൈവം വചനം തരുന്നത് പിശാചിൻ്റെ പിടിയിൽ നിന്ന് മനുഷ്യനെ മോചിക്കാനാണ്. അതും സാധാരണ ജനങ്ങൾ മനസ്സിലാകുന്നില്ല. ഞാൻ പിശാചിൻ്റെ പിടിയിലാണ്, പിശാചാണ് എന്നെ നിയന്ത്രിക്കുന്നത്, ഞാനിൽ അന്ധകാരമാണ് വ്യാപരിക്കുന്നത്, ഞാൻ ഈ അവസ്ഥയിൽ കടന്നുപോയാൽ നിത്യ യാതനാസ്ഥലത്തെ പോവുകയുള്ളൂ എന്നുള്ള പരമസത്യം അവർ മനസ്സിലാക്കുന്നില്ല. വചനം കേട്ടാലും ഗ്രഹിക്കാൻ പറ്റുന്നില്ല. ഇതൊരു വലിയ സങ്കടകരമായൊരു കാര്യമാണ്. ആത്മീയഗോളത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഇത്തിക്കണ്ണിയാണ് ഈ ഒരു കാര്യം. വചനം കേൾക്കുന്നുണ്ട്, വചനം കേൾക്കുന്ന ഇഷ്ടമാണ്, വചനം കേൾക്കുമ്പോൾ നാം അറിയാതെ അവിടെ ഇരുന്നു പോകും, അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ അന്തസത്ത മനസ്സിലാകുന്നില്ല. വചനത്തിൽ കൂടെ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം. വചനത്തിൽ കൂടെ കിട്ടുന്ന പാപബോധം, വചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പോൾ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ അവന് പാപബോധം കിട്ടുന്നു. ഇതുവരെ ഞാൻ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച മനുഷ്യൻ വചനത്തിന് മുമ്പിൽ വരുമ്പോൾ, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന വചനം വരുമ്പോൾ അവൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് സുബോധം കൊടുക്കുന്നു.
അവൻ്റെ യഥാർത്ഥമായ കാഴ്ചപ്പാട് അവന് കൊടുക്കുന്നു. അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് അവന് കൃത്യമായിട്ട് അവന് മനസ്സിലാക്കി കൊടുക്കുന്നു. അപ്പോഴാണ് അറിയുന്നത്, അയ്യോ, ഞാൻ ദൈവത്തോട് പാപം ചെയ്തു പോയല്ലോ, സ്വർഗരാജ്യത്തിന് ഞാൻ അന്യപ്പെട്ടാണല്ലോ ജീവിച്ചു പോയത്, എൻ്റെ ഉള്ളിൽ ഒരു കൊടിയ പിശാച് വസിക്കുന്നുണ്ടല്ലോ എന്ന് അന്നേരമാണ് മനസ്സിലാകുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് വചനവും അതിൽ കൂടെയുള്ള ദൈവശക്തി, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഒന്ന്, വചനത്തിൽ കൂടെ മനുഷ്യ പാപബോധം കിട്ടുന്നു. രണ്ട്, ആ പാപബോധത്തിൽ നിന്നുണ്ടാകുന്ന മാനസാന്തരം നിലനിർത്താനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇത് രണ്ടും മനുഷ്യൻ അറിയുന്നില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? ജനം തെറ്റിപ്പോകുന്നു, ആചാര അനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു, അതിൽ തൃപ്തിപ്പെട്ടു പോകുന്നു, സ്വന്തം അവസ്ഥ അറിയുന്നില്ല, കണ്ണ് കാണുന്നില്ല, ഹൃദയത്തിൻ്റെ അവസ്ഥ കാണാതെ വേണം, ആത്മാവിൻ്റെ കണ്ണ് കുരുടായിപ്പോയി. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവിടെ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടായി പോകുന്നു. എന്താ അവിശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ കാരണം? ദൈവം എനിക്ക് തരുന്ന ഈ വചനം അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എനിക്ക് സുബോധം തരാനാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ട് ലോകത്തിലേക്ക് ദൃഷ്ടി പതിപ്പിക്കും. നമുക്കറിയാം, അബ്രഹാമിൻ്റെ കൂടെ നടന്ന മനുഷ്യനാണ് ലോത്ത്. അബ്രഹാമിൻ്റെ കൂട്ടായ്മയിൽ കഴിഞ്ഞവനാണ്. വർഷങ്ങൾ അബ്രഹാമിൻ്റെ കൂടെ കൂട്ടായ്മയിൽ നടന്നിട്ടും അവൻ്റെ ഉള്ളിലുള്ള ലോകം വിട്ടുപോയില്ല. ഇത് അനേകർക്ക് പറ്റുന്നൊരു കുഴപ്പം അവിടെയാണ്. അബ്രഹാമിന് വിളി കിട്ടി, ലോകത്തിന് വിളി കിട്ടിയില്ല. പക്ഷേ അബ്രഹാമിൻ്റെ കൂടെ നടക്കാനുള്ളൊരു ഭാഗ്യം അവന് ലഭിച്ചു. അബ്രഹാമിൻ്റെ ദൈവത്തെ അവൻ അറിയാം. അബ്രഹാം പ്രാർത്ഥിക്കുന്ന ദൈവത്തെ അറിയാം. അബ്രഹാം തകർന്ന് ഹൃദയത്തോടെ മുട്ടുമരുന്ന് പ്രാർത്ഥിക്കുന്നതും ദൈവസാന്നിധ്യം കിട്ടുന്നതും സമാധാനത്തോടെ എഴുന്നേറ്റ് വരുന്നതും ഒക്കെ ഈ ലോകത്ത് കാണുന്നുണ്ട്. ഈ ലോകത്ത് നോക്കിയപ്പോൾ അബ്രഹാമിൻ്റെ സ്വത്തിലേക്കാണ് നോക്കിയത്, അബ്രഹാമിൻ്റെ ദൈവത്തെ കണ്ടില്ല. ഇന്ന് അനേകർ അങ്ങനെയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ കഷ്ടതകൾ, സങ്കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിനെല്ലാം നമുക്ക് പണം വേണം. അപ്പോൾ പണം അത്യാവശ്യമാണ്. എന്നാൽ പണം ഉണ്ടാക്കാനുള്ള വ്യഗ്രതയാണ് ഇന്ന് മനുഷ്യൻ മുഴുവനും. അവൻ്റെ ആത്മാവിൻ്റെ കാര്യം മറക്കുന്നു, ദൈവത്തെ മറക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായൊരു കാര്യമാണ്. ഇന്ന് ഈ ഭൂമിയിലുള്ള സകല ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് പോലും വരുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരമാണ് ഇവിടെ. ക്രിസ്തുവിനെ കാണുന്നില്ല, ആത്മാവിനെ കാണുന്നില്ല, ഹൃദയത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. നിത്യമായ സൗഭാഗ്യത്തിൽ കടന്നു ചെല്ലണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം എനിക്ക് ലഭിച്ചേ പറ്റുള്ളൂ എന്നുള്ള നിർബന്ധമില്ല. അതെങ്ങനെ സാധിക്കും? എല്ലാവരും പറഞ്ഞു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. സാധിക്കും. സാധിക്കാത്ത കാര്യം ഒരിക്കലും ദൈവം പറയില്ല. എങ്ങനെ സാധിക്കും? ബുദ്ധിയിലല്ല, കഴിവിലല്ല, അധ്വാനം കൊണ്ടല്ല, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ ബലഹീനത മാറ്റാനാണ് സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ചു തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് പാപവും തരും, കുറ്റവും തരും, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധം തരും, നിങ്ങൾക്ക് ദൈവത്തോടെ നീതീകരണം പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള മനസ്സിലാക്കി തരും. എല്ലാം തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. നമുക്കറിയാം ഈ വചനം എന്താണ്. ഈ വചനം തരുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ, ദൈവം അവിടെ കൊരിന്ത്യർക്ക് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. എനിക്ക് വളരെ നാളുകൾ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. വായിച്ച് 1:21. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. മനുഷ്യരെ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയത് ഏത് കാര്യത്തിലാണ്? വിശ്വസിക്കുന്നവരെ, വചനം വിശ്വസിക്കുന്നവരെ. ദൈവം വ്യക്തമായി തൻ്റെ ജ്ഞാനത്തിൽ ഒരു കാര്യം മനസ്സിലാക്കി, മനുഷ്യൻ ഒരു കാലത്തും അവൻ്റെ ബുദ്ധി കൊണ്ടോ അവൻ്റെ ശ്രമം കൊണ്ടോ അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ടോ വചനം പഠിക്കുന്നത് കൊണ്ടോ ഒരിക്കലും ദൈവത്തെ അവന് കാണാൻ പറ്റില്ല. ഒരിക്കലും അവനെ ദൈവം വിഭാവന ചെയ്ത ആ നല്ല ജീവിതം, വീണ്ടെടുപ്പിൻ്റെ ജീവിതം നയിക്കാൻ അവൻ സാധ്യമല്ല. കാരണം അവൻ്റെ മേൽ പാപം നിൽക്കുന്നു, അവൻ്റെ മേൽ ബന്ധനം നിൽക്കുന്നു, അവൻ്റെ മേൽ പിതാക്കന്മാരുടെ ശാപം നിൽക്കുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ ആത്മീയ വഴിയിലേക്ക് തിരിയാൻ പറ്റത്തില്ല. ഇത് ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് പ്രസംഗത്തിൻ്റെ ഭോഷത്വം എന്ന് വചനം പറയുന്നത്. ലോകമനുഷ്യർക്ക് ഭോഷത്വമാണ്. അവിടെ തന്നെ 1:18 പറയുന്നുണ്ട്, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ലോകമനുഷ്യരെ സംബന്ധിച്ച് വചനസൂക്ഷ വെറും ഭോഷത്വമാണ്. എന്താ ഇപ്പോൾ കാണിക്കുന്ന ഇവര്? അടിച്ചു പൊളിച്ച് ജീവിക്കേണ്ട കാലത്ത് ഇങ്ങനൊക്കെ ജീവിച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകും? ലോകം സന്തോഷിക്കാനുള്ളതല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വചനം, ക്രൂശിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിലേക്ക് വിട്ട പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം ചെയ്ത ഏറ്റവും വലിയ കാര്യപരിപാടി സ്വന്തം പുത്രനെ ആദരിച്ചില്ല. അവനെ പാപം ചുമക്കുന്ന ഒരു കുഞ്ഞാടായി മാറ്റി. എന്തിന്?
എൻ്റെ പാപം എനിക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല. കാരണം വചനം പറയുന്നു പാപം ചെയ്യുന്ന ദേഹി മരിക്കും, പാപം ചെയ്യുന്ന നാളിൽ മരിക്കും. ആ മരണത്തെ മാറ്റാൻ മനുഷ്യരെ കൊണ്ട് ഒരിക്കലും സാധ്യമല്ല. ആ മരണത്തെ ഗെറ്റ് ഓവർ ചെയ്യാൻ ഒരിക്കലും മനുഷ്യന് സാധ്യമല്ല. പാപം ചെയ്ത മനുഷ്യന് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. അവൻ്റെ ഒരു പ്രാർത്ഥനയും ദൈവസനയിൽ ചെല്ലില്ല. ഒരു പ്രാർത്ഥന മാത്രം ചെല്ലും, കർത്താവേ എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഇനി ഞാൻ ആവർത്തിക്കത്തില്ല. അതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആ ഒരു പ്രാർത്ഥനയല്ലാതെ വേറെ ഒരു പ്രാർത്ഥനയും ദൈവത്തോട് ബന്ധമില്ലാതിരിക്കുന്ന മനുഷ്യന് ദൈവസന്നിധിയിൽ അവൻ്റെ പ്രാർത്ഥന ചെല്ലുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ദൈവം തൻ്റെ ഒരു കാര്യപരിപാടി നിവർത്തിച്ചു. പ്രസംഗത്തിൻ്റെ പോഷത്വം. എക്കാലത്തുള്ള മനുഷ്യൻ രക്ഷപ്പെടാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന വഴിയാണ് വചന ശുശ്രൂഷ. ഞാൻ സ്നേഹത്തോടൊരു കാര്യം പറയട്ടെ, ആത്മാവിൻ്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അതും ഒരു പ്രയോജനവുമില്ല. വചനം പ്രസ്താവിക്കുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ ആത്മാവില്ലെങ്കിൽ ഒരു പ്രയോജനം കിട്ടുകയും. വചനം പ്രസ്താവിക്കുന്ന മനുഷ്യൻ ആദ്യം ഇത് അനുഭവിക്കണം. ആദ്യം അവൻ രൂപാന്തരപ്പെട്ടിരിക്കണം. അവനെ ആത്മാവ് നിയന്ത്രിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അവൻ വിട്ടുകൊടുക്കാൻ പറ്റണം. ആത്മനിറവിലല്ലാതെ ഒരു വേലയും ദൈവം അംഗീകരിക്കത്തില്ല. പ്രിയപ്പെട്ടവരെ, വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, പ്രസംഗത്തിൻ്റെ പോഷത്താൽ ദൈവം അവരെ വീണ്ടെടുക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ വചനശുശ്രൂഷ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ സുബോധം കിട്ടുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. എന്നിൽ പിശാച് കുടിയേറിയിരിക്കുന്നു, അവൻ്റെ ബന്ധനത്തിലാണ്. ആ പാരമ്പര്യമായുള്ള പല ശാപങ്ങളും എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ലതാകാൻ പറ്റുകയില്ല, എനിക്ക് സ്വർഗരാജ്യാവകാശമാക്കാൻ സാധിക്കുമെന്നുള്ള കൃത്യമായ ബോധ്യം അവന് കിട്ടും. അതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ലല്ലോ, പാപബോധം കിട്ടുന്നു. ഞാൻ തെറ്റിപ്പോയി കർത്താവേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, അറിയാതെയാണെങ്കിലും, അറിയായ്മയുടെ കാലമാണെങ്കിൽ പോലും അത് ക്ഷമിക്കാൻ ദൈവം തയ്യാറാണെന്നുള്ള വചനം കേട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സുപ്രസാദ കാലത്ത് വചനം കേൾക്കുമ്പോൾ, കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ, എന്നിൽ ദുരാത്മാവാണ് വ്യാപരിക്കുന്നത് മനസ്സിലാകുമ്പോൾ, അതുകൊണ്ടാണ് എനിക്ക് പാപത്തിൽ നിന്ന് വിട്ടുതിരിയാൻ പറ്റാത്തതെന്നുള്ള കാര്യം മനസ്സിലായി കഴിയുമ്പോൾ ദൈവസന്നിധിയിലേക്ക് കാര്യങ്ങൾ എത്തുക, ക്രൂശിലേക്ക് നോക്കുക. പരിഹാരം ക്രൂശിലാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചത്, വന്നതും ക്രൂശിൽ മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നതിൽ ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. മനുഷ്യൻ സമാധാനത്തോടെ ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കണം. സ്തോത്രം. സമാധാനമില്ലാത്ത ലോകത്തിൽ, സന്തോഷമില്ലാത്ത ലോകത്തിൽ, ആശ്വാസമില്ലാതെ നട്ടം തിരിഞ്ഞ് നടക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ, ലക്ഷ്യം തെറ്റിയവർ വിഷമിക്കുകയാണ്, നിരാശപ്പെട്ട് വടുകുഴിയിൽ കിടക്കുകയാണ്. മക്കളെ ചൊല്ലിയ ഭാരങ്ങൾ, കടത്തെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, രോഗത്തെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, എന്തെല്ലാം വിഷയങ്ങളാണ് പ്രിയപ്പെട്ടവരെ. മനുഷ്യൻ തകർന്നു കിടക്കുകയാണ്, സമാധാനമില്ല. ഒരല്പ ആശ്വാസത്തിന് വേണ്ടി വനം കേൾക്കാൻ വരും. സ്നേഹമുള്ളവരെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആശ്വാസം കിട്ടുമില്ലെന്നല്ല പറയുന്നത്. പക്ഷെ നിലനിൽക്കുന്ന ആശ്വാസം വേണോ? എങ്കിൽ വചനം അനുസരിച്ചേ പറ്റുള്ളൂ. ഇതനേകർക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. വചനമനുസരിച്ചേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ പ്രമാണമാണ്. അനുസരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. എങ്ങനെ അനുസരിക്കും? അത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. ബുദ്ധിയിൽ അത് മനസ്സിലാകുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ തരാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ ഉള്ള കാലത്ത് ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങൾക്ക് വചനം തന്നു. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ പിതാവിൻ്റെ സന്നിധിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് അയച്ചു തരും. എന്നേക്ക് നിങ്ങളോട് കൂടിയിരിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിക്കും. ഞാൻ പറഞ്ഞതൊക്കെയും അവൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധം വരും. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നീതീകരണം എങ്ങനെ ലഭിക്കണം എന്നുള്ള കാര്യം ബോധ്യം വരും. ഇല്ലെങ്കിൽ ന്യായവിധിയിലേക്ക് നിങ്ങൾ പോകുന്നുള്ള എല്ലാം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വ്യാപരിച്ചു തരും. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കാൻ ഒരു പാത്രം വേണം. അവിടെയാണ് എൻ്റെയും നിങ്ങളുടെ ഉത്തരവാദിത്വം. പരിശുദ്ധാത്മാവ് വരും, പരിശുദ്ധാത്മാ അശരീരമായിട്ടൊന്നും പ്രവർത്തിക്കത്തില്ല. ഈ കാലഘട്ടത്തിൽ ഭൂമിയിൽ പരിശുദ്ധാത്മാവിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ രൂപാന്തരപ്പെടുത്തിയെടുത്ത് തൻ്റെ വേല നിർവഹിക്കാൻ ഒരാളെ വേണം. ആര് നിൽക്കും? ഈ ചോദ്യത്തിന് മുമ്പിൽ എത്ര പേര് തലകുനിക്കും? ഞാനുണ്ട്. കന്യാമാതാവ് പറഞ്ഞു, വിവാഹം കഴിക്കാത്തൊരു പെൺകുട്ടി ഗർഭിണിയായി തീരാനുള്ള ആ ചലഞ്ച് ആരെ ഏറ്റെടുക്കും? കുറച്ചു നേരം വിഷമിച്ചു. പക്ഷേ അവസാനം പറഞ്ഞു, ഇതാ ഞാൻ നിൻ്റെ കൈപ്പണി, ഞാൻ നിൻ്റെ ദാസി. നിൻ്റെ പ്ലാൻ എങ്ങനെയാണോ, എന്നിലുള്ള പ്ലാൻ എങ്ങനെയാണോ, സന്തോഷം. അവിടെ സ്വർഗം വിജയമെടുത്തു. ഇന്നും ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് ദൈവത്തിന് വേണ്ടത്.
വചനം കേൾക്കുമ്പോൾ വചനം നിവർത്തിയാകാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകുവാൻ എനിക്ക് മനസ്സാണ് കർത്താവേ എന്ന് പറയാൻ എത്ര പേരുണ്ട്? എല്ലാം വിടേണ്ടി വരും. അതൊരു പ്രയാസമുള്ള കാര്യമല്ല. മനുഷ്യനെ പേടിപ്പിക്കുന്നൊരു കാര്യമാണ് എല്ലാം വിട്ടെങ്ങനെയാണ് ജീവിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാം വിട്ടാൽ ദൈവം കാര്യം ഏറ്റെടുക്കും. നിങ്ങൾക്കറിയാമല്ലോ, അബ്രാഹാമിന് മകനുണ്ട്, ഇസഹാക്ക്. അബ്രാഹാമിൻ്റെ സ്വന്തമാണ്, ആരുടെയും അല്ല. പക്ഷേ ആ ഇസഹാക്കിൽ നിന്നുകൊണ്ട് ദൈവത്തിന് തൻ്റെ വേല നിർവഹിക്കാൻ സാധ്യമല്ല. ഒരു ജനത്തെ വാർത്തെടുക്കാൻ അബ്രാഹാമിൻ്റെ മകനിൽ നിന്നുകൊണ്ട് വേല നടക്കില്ല. യാഗപീഠത്തിൽ വെച്ച ദൈവത്തിൻ്റെ ഇസഹാക്കായി തീർന്നാൽ മാത്രമേ പരമ്പരകൾ പിന്നീട് മുന്നോട്ട് പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, യാഗപീഠത്തിൽ വെക്കുക എന്ന് പറഞ്ഞാൽ അവകാശവാദങ്ങളെല്ലാം വിടുക. ഇനിയും ഇസഹാക്ക് അബ്രാഹാമിൻ്റെ കെയർ ഓഫിലല്ല, ചാരത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ച എന്ന ഇസഹാക്ക്. അവിടെ പിന്നെ ആർക്കും അതിനകത്ത് അവകാശമില്ല. എൻ്റെ പ്രിയരെ, ഞാനിത് പറയുന്നതൊക്കെ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു ജീവിതമുണ്ട്. അതനുഭവിച്ചാൽ ഇത്രയും മാധുര്യമുള്ളൊരു ജീവിതം വേറെയില്ല. ആ ജീവിതത്തിൽ ഭാരങ്ങളില്ല, ആകുലങ്ങളില്ല, ടെൻഷനില്ല, ഈർഷ്യയില്ല, മുഷിച്ചിലില്ല, ആരോടും കയ്പില്ല, ആരോടും വിദ്വേഷമില്ല. എല്ലാറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജീവിതം. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യൻ്റെ ബലഹീനതകളെല്ലാം മാറ്റിക്കൊണ്ട് അവനെ സ്വർഗീയനാക്കി തീർക്കുന്ന മനോഹരമായ ജീവിതം. പഴയ നിയമകാലത്ത് അധികം പേരൊന്നും വിശുദ്ധന്മാരായി നമ്മൾ കാണുന്നില്ല. എന്നാൽ അവർ നേടിയെടുത്ത ഒരു സ്വർഗരാജ്യമുണ്ട്, അവർ നേടിയെടുത്തൊരു പരിശുദ്ധാത്മാവുണ്ട്, അവർ നേടിയെടുത്തൊരു സൗഭാഗ്യ ജീവിതമുണ്ട്. വേദപുസ്തകത്തിൻ്റെ താളുകൾ അതൊക്കെ നിറഞ്ഞു കിടക്കുക. എന്നെ ആവേശം കൊള്ളിച്ച അനേക കഥാപാത്രങ്ങൾ ഈ വേദപുസ്തകത്തിനകത്തുണ്ട്. ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് വായിക്കൂടാ? സാഹചര്യങ്ങൾ മാറ്റിവെക്കുകയാണ്, പ്രതികൂലങ്ങൾ മാറ്റിവെക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തെല്ലാം ആണെങ്കിലും ശരി, എനിക്ക് ഇത് നേടിയെടുക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ദൈവം തരും. എൻ്റെ പ്രിയപ്പെട്ടവർ, രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ ഞാനിതിലാക്കും. അവിടെ എത്ര പേർക്ക് സാധിക്കും? കാംക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം വിട്ടാലേ പറ്റുള്ളൂ. വിടുന്നത് സന്തോഷത്തോടെ ആയിരിക്കും. ആത്മാവുണ്ടെങ്കിൽ അത് സന്തോഷകരമായൊരു വിടുതലായിരിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനെ കണ്ടാൽ, ക്രിസ്തുവിൻ്റെ ക്രൂശിക്കപ്പെട്ട മുഖം കണ്ടാൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. യാത്ര പറയുന്നൊരു വിഷയമേ അല്ല. പാപത്തോട് യാത്ര പറയുന്ന നിസ്സാരമായ കാര്യമാണ്. വേണ്ട, എനിക്ക് വേണ്ട, എനിക്കതിനേക്കാൾ 100 മടങ്ങ് സമാധാനവും സന്തോഷവും തരുന്ന ക്രിസ്തുവിനെ എനിക്ക് മതി. എത്ര പേർക്ക് സാധിക്കും? സാധിക്കുന്നവർ മാത്രമേ സ്വർഗരാജ്യത്തിൽ പോവുള്ളൂ കേട്ടോ. എന്നെ ഭയപ്പെടുത്തുന്നൊരു വാക്യമാണ് എബ്രായ ലേഖനത്തിൽ കിടക്കുന്നത്. 12-ാം അധ്യായത്തിനകത്ത് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ലെന്നാണ് പറഞ്ഞത്. ആ കാണുകയില്ല എന്ന് പറയുന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗരാജ്യത്തിൽ ചെല്ലുമായിരിക്കാം, പക്ഷെ ക്രിസ്തുവിനെ കാണില്ല. എത്ര സങ്കടകരമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. അത് കാണില്ലെന്ന് പറഞ്ഞാൽ കാണില്ല. അപ്പോൾ പിന്നെ സ്വർഗരാജ്യത്തെ, ക്രിസ്തുവിനെ കാണാത്ത സ്വർഗരാജ്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അത്? ഞാൻ അത് ചിന്തിക്കുന്നില്ല. ഏതായാലും സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെ കാണാൻ എനിക്ക് പറ്റില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ ചെന്നു എന്നുള്ളതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഭൂമിയിലെ കാലം സൗഭാഗ്യ ജീവിതമാണ്. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് പിടിച്ചടക്കാനുള്ള നല്ല കാലമാണ്. ഭാരങ്ങളും ആകുലങ്ങളും എല്ലാം വലിച്ചെറിഞ്ഞ്, ഇത് കർത്താവ് അവൻ്റെ കൈകൊണ്ട് മെനഞ്ഞതാണ് ഈ മൺകൂടാരം. ഇത് അവന് വേണ്ടി ഞാൻ വേർതിരിക്കുക എൻ്റെ ഉത്തരവാദിത്തമാണ്. അത് എൻ്റെ ഭാര്യയ്ക്കോ എൻ്റെ അപ്പനോ അമ്മയ്ക്കോ മക്കൾക്കൊന്നും യാതൊരു കാര്യമില്ല. അവിടെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ദൈവത്തിൻ്റെ വിളി എൻ്റെ മേൽ വന്നു. 22-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വിളി എൻ്റെ മേൽ വന്നപ്പോൾ വളരെ കെഞ്ചി എന്നോട് ചോദിച്ചു, നിൻ്റെ ജീവിതം എനിക്ക് തരാമോ? നിൻ്റെ ആയുസ് എനിക്ക് തരാമോ? നിൻ്റെ ശരീരം എനിക്ക് തരാമോ? അതിനേറെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഈ നിസ്സാരൻ തകർന്നു പോയ ഒരു ജീവിതം, യൗവനകാലം, ആർക്ക് വേണമിത്? ആർക്കും പ്രയോജനമില്ലാത്ത ജീവിതം, ആർക്കും മതിപ്പില്ലാത്ത ജീവിതം. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, മോനെ, എനിക്ക് നീ വിലപ്പെട്ടവനാണ്. എന്താണെന്നറിയാമോ? നീ എൻ്റെ വചനം മാനിച്ചു, നീ എന്നെ മാനിച്ചു, നിൻ്റെ ഹൃദയത്തിൽ എനിക്ക് സ്ഥാനം നീ തരാൻ തീരുമാനിച്ചു. അത് ഞാൻ ഒരു കാലത്തും മറക്കില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ക്യാൻസർ വന്നപ്പോഴും എന്നെ ദൈവം നിലനിർത്തിയതും ആയുസ് തന്നതിൻ്റെയും ഒരു രഹസ്യം, നീ എഴുന്നേൽക്ക്, നീ കിടക്കണ്ട, മരണക്കിടക്കാൻ ഞാൻ മാറ്റിവരിക്കുകയാണ്. എനിക്ക് അനേകരില്ല, എന്നെ സ്നേഹിക്കുന്ന അനേകരില്ല, പ്രത്യേകിച്ച് യൗവനക്കാർ. അവരെല്ലാം വികാര ജീവികളാണ്. അവർ കാര്യം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നവരാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവരല്ല. നീ ഇത്രയും കാലം നിൻ്റെ കൂടെ നിന്നില്ലേ, എനിക്ക് നിന്നോട് കടപ്പാടുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ,
ദൈവം ഒരു കാലത്തും ചതിക്കയില്ല. രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെലാക്കും. കർത്താവ് പറഞ്ഞു, ഉത്സവത്തിൻ്റെ ഒടുക്കത്തെ ദിവസം കർത്താവ് വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവൻ വരട്ടെ. വേലക്കാർ വരട്ടെന്നല്ല പറഞ്ഞത്, ശിഷ്യന്മാർ വരട്ടെന്നല്ല പറഞ്ഞത്. ഇത് പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ ദാഹിച്ചേ പറ്റുള്ളൂ. ദാഹമെന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിനായുള്ള ദാഹമല്ല, അപ്പത്തിനായുള്ള വിശപ്പുമല്ല, യഹോവയുടെ വചനപ്രകാരം ജീവിക്കാനുള്ള ദാഹം. വചനം എന്തു പറയുന്നു അത് അക്ഷരപ്രകാരം അനുസരിക്കാനുള്ള ഒരു ദാഹമാണ് മനുഷ്യന് വേണ്ടത്. ആ ദാഹം ക്രിസ്തുവിലേക്ക് നയിക്കും, ആ ദാഹം ക്രൂശിലേക്ക് നയിക്കും. അവൻ എനിക്ക് വേണ്ടി ആ പങ്കപ്പാട് പെട്ടതെല്ലാം എനിക്കപ്പോൾ ഓർമ്മ വരും. എനിക്ക് വേണ്ടി പടഞ്ഞു വരുത്ത ഒരു ജീവിതം ഭൂമിയിൽ ആരും അങ്ങനെ ചെയ്യത്തില്ല. ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യ പോലും എനിക്ക് വേണ്ടി മരിക്കില്ല, ഒരിക്കലും മരിക്കില്ല. ഈ ഭൂമിയിൽ അങ്ങനെ ആളും കാണുകയില്ല. എന്നാൽ ഞാൻ അവനെ തിരിച്ചറിയുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി എൻ്റെ പാപം ചുമക്കുന്ന ഒരു കുഞ്ഞാടായിട്ട് അവൻ തീർന്നുവെങ്കിൽ ആ സ്നേഹത്തെ എനിക്ക് ഒരു കാലത്തും മറക്കാൻ സാധിക്കുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതാണ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ എപ്പോഴും വെട്ടിത്തിളങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് പാപത്തോട് എനിക്ക് താല്പര്യമില്ല. പാപത്തോട് യാത്ര പറയാൻ എനിക്കൊരു പ്രയാസമല്ല. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, ഭാരം വരില്ല പ്രിയരെ, ആകുലം വരില്ല, ടെൻഷൻ വരില്ല, ഒന്നും വരില്ല. വരുമെന്നൊക്കെ ചിലർ പറയുമായിരിക്കും. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, വരില്ല. വരാം എന്ന് പറയുന്നതോട് യാത്ര പറഞ്ഞ മനുഷ്യനാണ് ഞാൻ. വരുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് തട്ടിമാറ്റും. ലാഞ്ചന വരുമ്പോൾ തന്നെ അത് മാറ്റിക്കളയും. അതാണ് പറഞ്ഞത്, ഈ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊരുന്നു, അത് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. അടുത്ത സെൻറ്റൻസ് എന്നറിയാമോ? ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അങ്ങനെയുള്ളവരാകുന്നു. ആത്മാവിനാൽ ജനിച്ചവൻ്റെ മേൽ ഒരു കാറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും, പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ്, സെൻസിറ്റീവ്നെസ്. ആ ആത്മാവ് വരുമ്പോൾ നമുക്കറിയാം പരീക്ഷകൻ എവിടെ വരുന്നു എന്നുള്ളത്. അപ്പോഴേ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, പരീക്ഷ അകത്ത് കടക്കുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇത്ര മനോഹരമായൊരു ജീവിതം ദൈവം നമുക്ക് തന്നിട്ട് അനുഭവിക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി ഒഴിയും? വചനം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഗ്രഹിച്ചിട്ട് പ്രിയപ്പെട്ടവരെ അത് അനുസരിക്കാതിരുന്നാൽ ഒരു പ്രയോജനമില്ല. വളരെ മനോഹരമായൊരു ജീവിതം നമുക്ക് തന്നു. സ്വർഗരാജ്യം ഇവിടെയാണ്, കടന്നു ചെന്നിട്ടല്ല, ഇവിടെ വെച്ചാണ് സ്വർഗരാജ്യം അനുഭവിക്കേണ്ടത്. ഇവിടെ വെച്ചാണ് സ്വർഗരാജ്യത്തിന് ഉടമസ്ഥനുമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കേണ്ടത്. ഇവിടെ വെച്ചാണ് സ്വർഗരാജ്യത്തിൻ്റെ ഉടമസ്ഥനെ മാനിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ഈ ജീവിതം അവനെ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അവൻ ഈ നമ്മളെ രൂപാന്തരപ്പെടുത്തി ഒരായുസിൻ്റെ അധ്വാനം കൊണ്ട് വേണം അവിടെ സ്വർഗരാജ്യം നമ്മളെ കൊണ്ടുപോകാൻ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കാൻ പോകുന്നു. എത്ര വർഷമായി ഭവനം ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ വരുമെന്ന് പറഞ്ഞു. ഇതുവരെയും ഭവനം ഒരുക്കി തീർന്നിട്ടില്ല. അപ്പോൾ എന്തോരം വർഷങ്ങൾ വേണം ഭവനം ഒരുക്കാൻ. ഈ ഭവനം ഒരുക്കാനോ അതിനാ ഒരായുസ് തന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യയുടെ കൂടെ ജീവിച്ച് മക്കളെ വളർത്തി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരായുസ് എന്തിനാണെന്നറിയാമോ? കർത്താവിന് ഇതിനകത്ത് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു ഭവനമായി തീരാൻ, പരിശുദ്ധാത്മം നിറയുന്ന ഒരു മനുഷ്യനായി തീരാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വേറെ ഒന്നും വേണ്ട. പാവം വരുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവസാന്നിധ്യം ഉണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. എൻ്റെ ഹൃദയം ലോകത്തിലേക്ക് തിരിയുന്നുണ്ടോ? ലോകമനുഷ്യൻ ജീവിക്കുന്നതിലാണോ ഞാൻ പോകുന്നത്? ആ കാര്യങ്ങളെല്ലാം എന്നിലേക്ക് കയറുന്നുണ്ടോ? അതോ ഞാൻ അവിടെ തടയിടുകയാണോ? ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ സിയോൻ യാത്രക്കാരനാണ്. എനിക്ക് വേറെ കാര്യപരിപാടി ഒന്നുമില്ല. എനിക്ക് ഇടവും വലവും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ നേരെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഇത് പറയാൻ എത്ര പേരുണ്ടെന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ ജീവിതം വേണോ? മനോഹരമായ ജീവിതം, പരിശുദ്ധാത്മം നിറഞ്ഞുള്ള ജീവിതം, ആലലും അലട്ടലും ഇല്ലാത്ത ജീവിതം. സ്വർഗം ഇവിടെ തന്നെ നമുക്ക് തുടങ്ങാൻ. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യം ഇവിടെ തന്നെ. അങ്ങനെയുള്ളവരാണ് നിങ്ങളെൻ്റെ സാക്ഷികളാകണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർക്ക്, മനുഷ്യർക്ക് മാത്രമേ ദൈവത്തെ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സ്വർഗരാജ്യം ഭൂമിയിലാക്കാൻ പറ്റുള്ളൂ. ദൈവത്തെ മനുഷ്യർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. വചനം കൊണ്ടൊന്നും ആരും രക്ഷപ്പെടുകയില്ല. പക്ഷെ ജീവിത സാക്ഷ്യം നിസ്സാരമല്ലത്, അത് വിലപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് ആ വലിയ ആഹ്വാനം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.